നമസ്കാരം. 1747 കോടിയുടെ വരവും 1347 കോടിയുടെ ചെലവും കാണിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ ബഡ്ജറ്റ് 2025. പക്ഷേ ബജറ്റിൽ നീക്കിയിരിപ്പ് തുക വെറും 398 കോടിയാണുകൂടി പൊതുജനം ഓർക്കണം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിയമസഭകളും ലോക്സഭയും എല്ലാ സാമ്പത്തിക വർഷ അവസാനത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ 2025 മാർച്ച് 24 ഡെപ്യൂട്ടി മേയർ ശ്രീ മുസാഫർ അഹമ്മദ് കൗൺസിൽ ഹാളിൽ വെച്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. എല്ലാ വാർഡ് കൗൺസിലർമാർക്കും അവരുടെ അഭിപ്രായങ്ങൾ തദവസരത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. 65ാം വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ ഈ അവസരത്തിൽ പൊതുജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. ബഡ്ജറ്റും നടപ്പ് പ്രവർത്തനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് 2024-25 കാലത്ത് 3 മണിക്കൂർ സമയമെടുത്ത് ഡെപ്യൂട്ടി മേയർ ശ്രീ മുസാഫർ അഹമ്മദ് അവതരിപ്പിച്ച ബജറ്റ് തീർത്തും യാഥാർത്ഥ്യത്തോട് നിരക്കാത്തതും തികച്ചും അവാസ്തവമായ ബജറ്റാണെന്ന് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ ബജറ്റ് 6 ലക്ഷത്തോളമുള്ള കോർപ്പറേഷൻ ജനതയെ വഞ്ചിച്ചതിന്റെ നേർരേഖയായിട്ടാണ് ഞാൻ കാണുന്നത്. ബജറ്റിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒട്ടുമിക്കതും യാഥാർത്ഥ്യവുമായി യോജിക്കുന്നില്ല എന്നതും അത്യന്തം ഗുരുതരമായ കണ്ടെത്തലുകൾ സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തി കോർപ്പറേഷൻ അധികൃതരെ സമയാസമയം അറിയിച്ചിട്ടും സത്യസന്ധമായി ബജറ്റ് അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഭരണപക്ഷം അതിൽ തയ്യാറാകുന്നില്ല എന്നാണ് ഈ ബഡ്ജറ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. കോർപ്പറേഷന്റെ ശരാശരി വരവും ചെലവുമായി 500 കോടിക്ക് താഴെയാണ്. 2023 വരവും ചെലവും കൂടി ഓഡിറ്റിൽ 450 കോടിയേ ഉള്ളൂ. എന്നിട്ടും 2025 മതിപ്പ് ബഡ്ജറ്റിൽ 1240 കോടിയാണ് ക്യാപിറ്റൽ റവന്യൂ ആയി കാണിച്ചിരിക്കുന്നത്. 3 ഇരട്ടി വർധനമാണിത്. ഇത് തെറ്റായ കണക്കാണ്. കിട്ടാത്ത പൈസ കൊണ്ട് കണക്കുണ്ടാക്കി പെരുപ്പിക്കുന്ന സമ്പ്രദായമാണിത്. ഇത് തികച്ചും യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്. ഡെപ്യൂട്ടി മേയറിന്റേത് കടലാസ് പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ഇതൊന്നും നടപ്പാക്കാനുള്ള പൈസ ഈ കോർപ്പറേഷന് ലഭിക്കില്ല എന്നത് ഉറപ്പായ വസ്തുതയാണ്. കേരളത്തിന്റെ പ്ലാൻ ഫണ്ടിന്റെ 30% ലോക്കൽ ബോഡീസിനാണ്. കേരള സർക്കാർ അതും 50% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പേജ് നമ്പർ 21 to 38 വരെ ആക്ച്വൽ ഫോർ ദ പ്രീവിയസ് ഇയർ അതിൽ ഒന്നും തന്നെ കാണിച്ചില്ല, ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. അത് ഫിൽ ചെയ്താൽ മാത്രമേ കമ്പയർ ചെയ്തിട്ട് 24ലെയും 25ലെയും കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ പറ്റും. പക്ഷെ അത് കോളം കൊടുത്തിട്ടുണ്ട്, ബട്ട് യു ഡിഡ്ന്റ് ഫിൽ ദാറ്റ് കോളം. കോഴിക്കോട് നഗരത്തിലെ ജനജീവിതം സമ്പന്നമാക്കി സുരക്ഷിതത്വവും ആശ്വാസവും ക്ഷേമവും ഉറപ്പുവരുത്തേണ്ടതിനു പകരം യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയെയാണ് ഡെപ്യൂട്ടി മേയർ തകർത്തതെന്ന് ഞാൻ പറയുന്നു. നടപ്പ് സാമ്പത്തിക വർഷം തീരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സെൻട്രൽ എക്സ്പെൻഡിച്ചറിൽ വളരെ കുറച്ച് ശതമാനം മാത്രമാണ് ചിലവഴിച്ചതായി കാണുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാൻ അലോക്കേഷനും മറ്റും എന്ത് വിശ്വാസ്യതയാണുള്ളതെന്ന് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ സൂചിപ്പിക്കേണ്ടതാണ്. ക്ഷേമമില്ല ക്ഷാമം മാത്രമായി കേരള സർക്കാരും 2023 കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമമില്ല കാര്യ കമ്മിറ്റിയും ചേർന്ന് സാധാരണ ജനങ്ങളുടെ ജീവിതം കൃത്യമായി പെൻഷൻ കൊടുക്കാതെ വഴിമുട്ടിച്ചിട്ടും മതിയാവാതെ നികുതി ഭാരം ഇയർലി 5% സെസ് എന്ന പേരിൽ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് തുക ഈടാക്കിയും പൊതുഖജനാവിലേക്ക് പണം എത്തിക്കുവാൻ ശ്രമിച്ചിട്ടും സംസ്ഥാനം ഇത്തരം സമാനതകളില്ലാതെ സാമ്പത്തിക പ്രതിസന്ധികൾ ഇപ്പോഴും സംസ്ഥാനം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് മി കംപ്ലീറ്റ്. പേജ് നമ്പർ 65 പബ്ലിക് ടോയ്ലറ്റ്സ് റിപ്പയർസ് ആൻഡ് മെയിന്റനൻസിനായി 10 lakhs. പക്ഷെ ഇന്ന് പൊതു ശൗചാലയത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. പേജ് നമ്പർ 68 എലികളെയും നായകളെയും നശിപ്പിക്കുന്നതിനുള്ള കൂലി 3,10,000. എന്ന് മുതലാണ് കോഴിക്കോട് കോർപ്പറേഷൻ എലികളെയും നായകളെയും നശിപ്പിക്കാൻ തുടങ്ങിയത് എന്നുകൂടി ഡെപ്യൂട്ടി മേയർ വ്യക്തമാക്കണം. 2022 സെപ്റ്റംബർ മുതൽ കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിതകർമ്മസേനയെ നിയോഗിച്ചിരുന്നു.
2020 മുതൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും പണം 60 രൂപയിൽ നിന്ന് 100 രൂപയായി വർദ്ധിപ്പിച്ചു. 2023, 24, 25 ബഡ്ജറ്റുകളിൽ എവിടെയും ഇത് വരവിനങ്ങളായി കാണിച്ചിട്ടില്ല. കേരള മുനിസിപ്പൽ ആക്ട് ആൻഡ് റൂൾസ് 1994 അനുസരിച്ച് എല്ലാ വരവുകളും കൃത്യമായി ബഡ്ജറ്റിൽ കാണിക്കേണ്ടതാണ്. ഇതെവിടെ പോയി? ഈ കോടികൾ എവിടെ? ഏത് അക്കൗണ്ടിൽ? എന്തുകൊണ്ട് ഈ തുക ബഡ്ജറ്റിൽ വന്നിട്ടില്ല? ഡെപ്യൂട്ടി മേയർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ സെസ് എന്ന ഓമന പേരിട്ട് 2024 മുതൽ കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച തുകയും വരവിനത്തിൽ കാണിച്ചിട്ടില്ല. ഇതും വലിയ പാളിച്ചയാണ്. പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചോർന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രൊജക്ടുകളിലൂടെയും അഴിമതി പൂത്തുലയുന്ന കേരളത്തിലെ നമ്പർ 1 കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനാണെന്ന് വിജിലൻസ് ഡയറക്ടർ വരെ രേഖപ്പെടുത്തി. ഇതിനെതിരെ ബഡ്ജറ്റിൽ എന്തെങ്കിലും മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ടോ? ഇപ്പോഴും മാഫിയകൾ കൈയടക്കി വെച്ചിരിക്കുന്ന കോർപ്പറേഷൻ കെട്ടിടങ്ങൾ മൂലം സാധാരണക്കാർക്കും കോർപ്പറേഷനും വൻ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഭരണപക്ഷത്തിന് ആവുന്നില്ല. ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഓരോ പദ്ധതികൾ നൂതനാശയങ്ങൾ എന്ന വ്യാജേന ബജറ്റിൽ കൂട്ടിച്ചേർക്കുന്നത് ഇനിയെങ്കിലും ഡെപ്യൂട്ടി മേയറെ നിർത്തലാക്കണം. ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒട്ടുമിക്ക കണക്കുകളും വസ്തുതർക്ക് നിരക്കാത്തതിനാൽ ഈ ബഡ്ജറ്റ് പിൻവലിച്ച് സത്യസന്ധമായ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. താങ്ക് യു.